നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തിനാണ് ഒരു 23 വയസ്സുകാരൻ കുടുംബത്തെ ആകമാനം കൊല്ലുവാനുള്ള പദ്ധതിയിട്ടത്? എന്തായിരിക്കാം അയാളുടെ മനസ്സിലെ ലക്ഷ്യം? ഈ പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക ബാധ്യതയും വീട്ടുകാരോടുള്ള അമിത സ്നേഹവും ഒന്നും തന്നെയല്ല, അതിന് പിന്നിൽ മറ്റെന്തോ കാരണങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. സമഗ്രമായ അന്വേഷണം തന്നെയാണ് ഇതിലൂടെ നടത്തി സത്യം പുറത്തു കൊണ്ടുവരേണ്ടത്. 5 പേർ കൊല്ലപ്പെട്ടു. ക്യാൻസർ ബാധിതയായ രോഗിയായ അമ്മ ജീവിതത്തിന് വേണ്ടി അതിതീവ്ര വിഭാഗത്തിൽ മല്ലടിക്കുന്നു. കാമുകിയെ, പ്രണയിനിയായ ഫർസാനയെ കൊലപ്പെടുത്തിയതാണ് അതിക്രൂരവുമായി. സ്നേഹിക്കുന്നവരെ എങ്ങനെയാണ് ഇത്രയധികം ക്രൂരമായി ഒരാൾക്ക് കൊലപ്പെടുത്താൻ സാധിക്കുന്നത്? അതും കേവലം 23 വയസ്സുകാരന്. കൊലയ്ക്ക് കാരണമായി ഇപ്പോൾ വിലയിരുത്തുന്നത് പ്രാഥമികമായ പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള സൂചന പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇയാൾ മയക്കുമരുന്നിന് അടിമയാണെന്നും ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. പ്രണയത്തെ എതിർത്തു എന്നൊക്കെ ഊഹാപോഹങ്ങൾ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തോ വലിയ കാരണങ്ങൾ ഇയാൾക്ക് കൊല നടത്താനായി ഉണ്ടായിരിക്കാം. ഏറ്റവും അധികം നടുക്കം സൃഷ്ടിക്കപ്പെടുന്നത് കാമുകിയെ കൊലപ്പെടുത്തിയതിൽ തന്നെയാണ്. ആ ദൃശ്യം ആദ്യമായി കണ്ട ദൃക്സാക്ഷികളടക്കം ആകെ അമ്പരന്നു പോയി എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഫർസാനയുടെ മരണത്തിൽ വെഞ്ഞാറമൂട്ടിലെ മുക്കന്നൂരിലെ പ്രദേശവാസികളും ബന്ധുക്കളുമൊക്കെ ആകെ വിറങ്ങലിച്ചിരിക്കുകയാണ്. വെഞ്ഞാറമൂട്ടിൽ ഒന്നിച്ചു പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ പ്രണയമാണ് അഫാനും ഫർസാനയും. ഫർസാന ഇപ്പോൾ അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിലെ PG വിദ്യാർത്ഥിനിയാണ്. പഠിക്കാൻ മിടുമിടുക്കിയും. എന്നാൽ ഇന്നലെ അഫാൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ട്യൂഷന് പോകുന്നുവെന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത്. വൈകിട്ട് 3:30 വരെ ഫർസാന വീട്ടിലുണ്ടായിരുന്നു. അഫാൻ വീട്ടിലേക്ക് പിന്നീട് കൂട്ടിക്കൊണ്ടുപോയി വീടിൻ്റെ മുകളിലത്തെ നിലയിലെത്തിച്ച് മുറിയിൽ വച്ചാണ് ഫർസാനയെ കൊലപ്പെടുത്തിയത്. ഫർസാനയുടെ മൃതദേഹം കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് മറ്റുള്ളവർ കണ്ടെത്തിയത്. ചുറ്റികയോ മൂർച്ചയേറിയ മറ്റെന്തോ ഉപയോഗിച്ച് തലയ്ക്കടിച്ചായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. മുനയുള്ള ഒരായുധം ഉപയോഗിച്ച് തലയിൽ ആഞ്ഞു കുത്തിയാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. മുഖം മുഴുവൻ വികൃതമാക്കിയ നിലയിലായിരുന്നു. അത്രയധികം സ്നേഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രണയിക്കുന്ന ഒരാളെ ഇങ്ങനെ വികൃതമായ രീതിയിൽ കൊലപ്പെടുത്താൻ ഒരാൾക്ക് കഴിയുന്നത്? ഫർസാനയുടെ നെറ്റിയിൽ വലിയ ദ്വാരമെന്ന് തോന്നിക്കുന്ന ചില മുറിവുകളുണ്ടെന്നാണ് ആദ്യം ഇത് കണ്ട പ്രദേശവാസികൾ പറയുന്നത്. ഫർസാനയുടെ തലയ്ക്ക് പ്രതി തുരുതുര അടിക്കുകയോ വെട്ടുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻക്വസ്റ്റിലൂടെ പോലീസും ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ ആഴത്തിലുള്ള മുറിവാണ് ഫർസാനയുടെ തലയിലുള്ളത്. നെറ്റിയുടെ 2 വശത്തും നടുക്കുമായി ചുറ്റിക കൊണ്ട് അടിച്ച രീതിയിലുള്ള പാടുമുണ്ട്. താൻ മരിച്ചുപോയാൽ തൻ്റെ കാമുകി തനിച്ചാകും, ഒറ്റയ്ക്കാകും, അവൾക്ക് ഒറ്റയ്ക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന് കരുതിയാണ് ഫർസാനയെ കൊലപ്പെടുത്തിയെന്നാണ് അഫാൻ മൊഴി നൽകുന്നത്. എന്നിട്ടും അഫാൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇയാളുടെ ലക്ഷ്യം ആത്മഹത്യയോ ഈ ലോകത്ത് നിന്നും തനിക്ക് രക്ഷപ്പെടുകയോ എന്നുള്ളതൊന്നും തന്നെയല്ല. മറ്റെന്തോ വൈരാഗ്യം ഇതൊക്കെ തന്നെ പ്രതിയെ അലട്ടിയിരുന്നു. പെരുമലയിലെ കൂട്ടക്കൊലപാതക വിവരം പുറത്തറിഞ്ഞപ്പോഴാണ് ഫർസാനയും അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടുവെന്ന് ഫർസാനയുടെ വീട്ടുകാർ പോലും പറഞ്ഞത്. 2 ദിവസം മുൻപ് പെൺകുട്ടിയുമായി അഫാൻ ബുള്ളറ്റിൽ പോകുന്നത് അഫാൻ്റെ തന്നെ ഒരു ബന്ധു കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഫർസാനയുടെ മരണമറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ പിതാവ് സുനിലിനെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. സഹോദരനോട് എന്ത് ചോദിക്കണമെന്നറിയാത്ത അവസ്ഥയിലാണ് ബന്ധുക്കളാകമാനം. തൻ്റെ മകളായതുകൊണ്ട് ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക, ഇതിലെന്താണ് ഇനി അടുത്ത പോംവഴി എന്നുള്ളതാണ് അച്ഛൻ പോലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയം അഫാൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് പെൺസുഹൃത്തായ ഫർസാനയിൽ നിന്നും ഒരു വലിയ തുക കടമായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. 25 വർഷക്കാലമായി സൗദിയിൽ പ്രവാസിയായ അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീമാണ് ഇക്കാര്യം പറയുന്നത്. അഞ്ചൽ കോളേജിലെ BSc കെമിസ്ട്രി വിദ്യാർത്ഥിനിയായ ഫർസാനയും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് പിതാവ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇക്കാലത്ത് ആൺപെൺ സൗഹൃദമൊക്കെ സാധാരണമാണെന്നും അതിനാവശ്യമില്ലാത്ത ഗൗരവമൊന്നും തന്നെ കൊടുക്കേണ്ട എന്നുള്ള നിലപാട് താൻ വീട്ടുകാരെയൊക്കെ അറിയിച്ചിരുന്നു. ഈ സൗഹൃദം വീട്ടിൽ അറിഞ്ഞപ്പോൾ തന്നെ പെൺകുട്ടിയോട് അഫാൻ സാമ്പത്തിക സഹായം വാങ്ങിയിരുന്നു, കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. അതിൽ പകുതിയോളം കൊടുത്തത് താൻ തന്നെയായിരുന്നു. അവന് ജോലി ഉള്ളതുകൊണ്ട് അവൻ ബാക്കി കൊടുത്ത് തീർത്തിട്ടുണ്ടായിരിക്കുമെന്നാണ് അബ്ദുൾ റഹീമും കരുതിയത്. അഫാനുമായിട്ടുള്ള ഇഷ്ടം ഫർസാനയുടെ വീട്ടുകാർക്കും അറിയാമായിരുന്നു. അഫാൻ വീട്ടിൽ ചെന്ന് വിവാഹം ചെയ്ത് നൽകാവൂ എന്നൊക്കെ തന്നെ ചോദിച്ചിരുന്നുവെന്നും മാധ്യമ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അഫാൻ എന്നാൽ
വിസിറ്റിംഗ് വിസയിൽ 6 മാസം വിദേശത്ത് സ്ഥാപനം നടത്തിയതിൻ്റെ പേരിലോ സ്വയം വരുത്തിവെച്ച ബാധ്യതകളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മാനസികമായ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ പിതാവിനും അറിയില്ല. ഉമ്മയുമായോ സഹോദരനുമായോ യാതൊരുവിധ പ്രശ്നങ്ങളില്ലായിരുന്നു, തർക്കങ്ങളില്ലായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കച്ചവടവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യത തനിക്കുണ്ടായി. കൊറോണ സമയവുമായി ബന്ധപ്പെട്ട് പിന്നീട് വലിയ ബുദ്ധിമുട്ടുണ്ടായി. 7 വർഷക്കാലമായി നാട്ടിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഈ വിഷയം നടക്കുന്ന ഘട്ടത്തിൽ പോലും നാട്ടിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കടം മൂലം പെട്ടുകിടക്കുകയാണ് അഫാൻ്റെ പിതാവ്. പക്ഷേ ആ ബുദ്ധിമുട്ടൊന്നും തന്നെ കുടുംബത്തെയോ മകനെയോ അറിയിക്കുന്നില്ല. അതൊന്നും തന്നെ അവരുടെ ബാധ്യതയായി മാറുന്നില്ല. നാട്ടിലുള്ള വീടും വസ്തുവും വിറ്റ് ഇവിടെയുള്ള കടവും ബാധ്യതയും തീർത്ത് നാട്ടിൽ വരാനുള്ള ശ്രമത്തിലായിരുന്നു റഹീം. ഈ വിവരം കുടുംബത്തിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. 6 മാസത്തെ വിസിറ്റിംഗ് വിസയിലായിരുന്നു സൗദിയിൽ അഫാൻ പോയത്. തനിക്കൊപ്പം സന്തോഷമായി തന്നെ കഴിയുന്നുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ചും പോയി. എന്നാൽ ഇപ്പോൾ എന്താണ് അവന് സംഭവിച്ചതെന്നുള്ള കാര്യം അറിയില്ല. ബന്ധുക്കളും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. സ്നേഹനിധിയായ മകൻ, എങ്ങനെ അവനിത് ചെയ്യാൻ സാധിച്ചു, എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരും ചോദിക്കുന്നത്. ഇനി അതിക്രൂരമായ മറ്റൊരു വിഷയമെന്ന് പറയുന്നത് അഫാൻ്റെ സഹോദരൻ 9ാം ക്ലാസ്സുകാരൻ അഫ്സാൻ്റെ മൃതദേഹത്തിന് ചുറ്റും 500 രൂപയുടെ കറൻസി നോട്ടുകൾ വിതറിയാണ് കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്നും അഫാൻ പുറത്തിറങ്ങിയത്. എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? അനിയൻ ഇഷ്ടപ്പെട്ട കുഴിമന്തിയും മറ്റും വാങ്ങി നൽകി വയറു നിറയെ കഴിപ്പിച്ചിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് ഇക്കാര്യമൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. പ്രതിയുടെ മനോനില ശരിയാണോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്. അഫാൻ്റെ സഹോദരൻ്റെ ശരീരത്തിൽ T ആകൃതിയിലുള്ള മുറിവാണ് കണ്ടെത്തിയത്. വനിതാ സുഹൃത്തിനെ ചുറ്റിക കൊണ്ട് അടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിയുടെ ഉമ്മയ്ക്കെതിരായിട്ടുള്ള അതിക്രമവും അഫാൻ്റെ ക്രൂര മനസ്സ് എത്രത്തോളമാണ് എന്നുള്ളത് വെളിവാക്കുന്നതാണ്. പോസ്റ്റ്മോർട്ടത്തിലൂടെ കൂടുതൽ വിശദമായ വിവരം ലഭിക്കും. ഇൻക്വസ്റ്റ് നടപടികൾക്കായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും നടുക്കുന്ന തരത്തിൽ, അവർ പോലും ഞെട്ടുന്ന തരത്തിലുള്ള ക്രൂരകൃത്യമാണ് ഈ 23-കാരൻ ചെയ്തിരിക്കുന്നത്. സഹോദരൻ്റെ തലയ്ക്ക് ചുറ്റും മുറിവുകൾ ഉണ്ടാക്കിയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. തലയുടെ ഒരു വശത്താണ് ഈ T ആകൃതി മുറിവുള്ളത്. 3 മുറിവിനും നല്ല രീതിയിലുള്ള ആഴമുണ്ട്. ചെവിയിലും വലിയ തോതിലുള്ള മുറിവാണ് ഏറ്റിട്ടുള്ളത്. ഉമ്മയായ സൽമാ ബീവിയുടെ തലയുടെ പിൻഭാഗത്തിലാണ് ആഴത്തിലുള്ള മുറിവുള്ളത്. കൊല്ലപ്പെട്ട ലത്തീഫിൻ്റെ വീട്ടിൽ പിടിവലി നടന്നു. അതിനുശേഷമാണ് കൊല നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെഞ്ചിന് മുകളിലേറ്റ മുറിവാണ് ലത്തീഫിൻ്റെയും ഭാര്യയുടെയും മരണകാരണമെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായും വിലയിരുത്തുന്നത്. എന്നാൽ അതിനുള്ള കാരണം എന്തെന്നും ഇപ്പോഴും അവ്യക്തമാണ്. ഇന്നലെ വൈകുന്നേരമാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി താൻ 6 പേരെ കൊലപ്പെടുത്തിയെന്ന് അഫാൻ തുറന്നു പറഞ്ഞത്. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 3 വീട്ടിൽ പരിശോധന നടത്തി 5 മൃതദേഹങ്ങൾ കണ്ടെത്തി ഒരാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അഫാൻ്റെ മുത്തശ്ശി സൽമാ ബീവി എന്ന 95 വയസ്സുകാരി, സഹോദരൻ 9ാം ക്ലാസ്സുകാരനായിട്ടുള്ള അഫ്സാൻ, പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ, പെൺസുഹൃത്ത് ഫർസാന എന്ന 22-കാരിയുമാണ് കൊല്ലപ്പെട്ടത്. അഫാൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്ക് സംഭവിച്ച മാതാവ് ഷമി ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇവർ ക്യാൻസർ ബാധിതയാണെന്നുള്ളതാണ് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നത്. മകൻ്റെ കൊടും ക്രൂരതയ്ക്ക് പിന്നിലെ കാരണം എന്ത് എന്നുള്ളത് അറിയാതെ ഗൾഫിലുള്ള പിതാവ് ഏറെ വേദനയോടുകൂടിയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പ്രതി കൊലപ്പെടുത്തിയത് സഹോദരനെ തന്നെയാണ്. കളിസ്ഥലത്തായിരുന്ന അഫ്സാനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊലപാതകത്തിന് ശേഷം വീട്ടിൽ തന്നെ ചുറ്റിക ഉപേക്ഷിച്ചാണ് പ്രതി കടന്നു കളഞ്ഞത്. താൻ എലിവിഷം കഴിച്ചുവെന്ന് പോലീസിനോട് പറഞ്ഞതിനെ തുടർന്നാണ് പിന്നീട് ആശുപത്രിയിലേക്കടക്കം പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.